ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്, കോഴിക്കോട് നിന്ന്. ആദ്യം തന്നെ പരിചയപ്പെടാം. ഞാൻ കാസിം ഇരിക്കൂർ, INL സംസ്ഥാന ജനറൽ സെക്രട്ടറി. അഹമ്മദ് ദേവർകോവിൽ സാഹിബ് MLA കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അഷ്റഫ് അലി സാഹിബ് പാലക്കാട് നമ്മുടെ പാർട്ടി സെക്രട്ടറിമാരിൽ ഒരാളാണ്. സാലി സജീർ ഇവിടെ തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ. മുഹമ്മദ് ചാമക്കാല തൃശ്ശൂർ ജില്ലേൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ അലിയാണ് ഈ മണ്ഡലത്തിൻ്റെ വക്താവ് കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കുതൂഹലങ്ങൾക്കിടയിലാണ് നിങ്ങളെ കാണുവാനും അതുപോലെ തന്നെ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഭദ്രമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ മുൻ വർഷങ്ങളെ പോലെ വൻ ഭൂരിപക്ഷത്തോടുകൂടി അതിൽ ഭാഗവാക്കാവുകയും ചെയ്യാം. LDFൻ്റെ ഒരു ഘടകകക്ഷി എന്ന നിലക്ക് ഞങ്ങൾ പരമാവധി വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ സാഹിബ് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ദേശീയ തലത്തിൽ സ്വാഭാവികമായും BJPയോട് ശത്രുതാഭാവം വെച്ച് പുലർത്തേണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി നമുക്ക് കാണാൻ കഴിയുന്നത് BJPയും കോൺഗ്രസും ഒക്കച്ചങ്ങാതിമാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പല കാര്യങ്ങളിലും അവരുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവരിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മുൻമന്ത്രി K. രാധാകൃഷ്ണൻ വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയാൻ പറ്റാവുന്ന ഒരു മണ്ഡലമാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ്. മറ്റെല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലക്ക് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രയുടെ ഭാഗമാണ് INL സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റ് പൊതുവിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നില്ല. കാരണം കുറേ ദിവസങ്ങളായി രാഷ്ട്രീയ കേരളവും മാധ്യമങ്ങളുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉഡായിപ്പ് രാഷ്ട്രീയം, അതുപോലെ പെട്ടികളുടെ വരവും പോക്കും, അതൊക്കെ ഇവിടെ ദൈനംദിന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഇവിടെ സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടീസായി തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2-3 കാര്യമാണ്. ശ്രീമാൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹമാണല്ലോ ഈ ക്യാമ്പയിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നും അദ്ദേഹം ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും തന്നെ നമുക്കത് തുറന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കണ്ടത് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നത് സംഘപരിവാറിൻ്റെ ഒരു ഏജൻ്റായിട്ടാണ്, ഒരു ദല്ലാളായിട്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം RSSും BJP അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി ഇതൊക്കെ ഒന്നാണ്. അതുപോലെ തന്നെ കാസ പോലെയുള്ള ആത്യന്തിക ചിന്താഗതിക്കാരുമായിട്ടും അദ്ദേഹം വളരെ അടുപ്പത്തിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഫലമായാണ് ഈ വി ഡി സതീശൻ കേരളത്തിൽ ഉടനീളം ഇപ്പോൾ പ്രക്ഷോഭം നടക്കുന്ന മുനമ്പത്തെക്കുറിച്ചുള്ള കുറേ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDFൻ്റെ ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിൻ്റെ വികാരം പോലും മാനിക്കാതെയാണ് അദ്ദേഹം മുനമ്പത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഡീലുകൾ, പാലക്കാട് കോൺഗ്രസ് 5 or 6 ആയിട്ട് മാറിയിരിക്കുക. മാത്രമല്ല ശ്രീ സുധാകരന് എല്ലാം കൂടി സതീശൻ മുമ്പിൽ പരാജയപ്പെട്ട് തളർന്നിരിക്കുക. കാരണം ഇദ്ദേഹം നടത്തുന്ന ഉഡായിപ്പ് രാഷ്ട്രീയം ഉണ്ടല്ലോ, ഒരുപക്ഷെ കേരളം ഇതുവരെ കാണാത്ത ഉഡായിപ്പ് രാഷ്ട്രീയമാണ് വി ഡി സതീശൻ നടത്തുന്നത്.
ഒരു നിഷേധാത്മക നിലപാടാണ് അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം പുലർത്തുന്നത്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് മുന്നണി ഗവൺമെൻറ് പുരോഗമനപരമായ വികസനപരമായ എന്തു കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക, അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ഉദാഹരണമായി കേരളയിൽ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ വിടില്ല. ഇപ്പോൾ അവിടെ വയനാട്ടിലേക്കുള്ള ഭൂഗർഭ പാതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾ വിടില്ല. ഇദ്ദേഹം എന്താ വിടവിന്നെ? അതായത് പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം 100% പരാജയമാണ് എന്ന് മാത്രമല്ല, തീർത്തും നിഷേധാത്മകമായൊരു സമീപനമാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിൽ ഇത്രമാത്രം പടൽ വിളക്കവും UDF ദിവസം കഴിയും തോറും തന്നെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നതും. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് പിടിച്ചു നിൽക്കുന്നത് സമസ്ത പോലെയുള്ള മതസംഘടനകളുടെ മേലെ പഴിചാരിക്കൊണ്ട, അതുപോലെ തന്നെ അത്തരം സംഘടനകളെ കയ്യിലൊതുക്കിക്കൊണ്ട. പക്ഷേ സമസ്ത എന്ന് പറയുന്ന ഒരു 100 വർഷം പഴക്കമുള്ള മതസംഘടന അവർ അതിൻ്റെ ഐഡൻറ്റിറ്റിയും അസ്തിത്വവും നിലനിൽക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ മതത്തെ അല്ലെങ്കിൽ സമുദായത്തെ മാത്രം തന്നെ ആശ്രയിച്ചും കൊണ്ട് മുസ്ലിം ലീഗിന് ഇനി രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല എന്ന പാഠവും ഈ തെരഞ്ഞെടുപ്പോടെ തെളിയിക്കപ്പെടുന്നതാണ്.